ഇന്ന് ഉച്ച സമയത്ത് വേദനാജനകമായ ഒരു മരണവാർത്ത കേട്ടു. ഇടുക്കി ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകൻ, എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള, എല്ലാവരോടും വലിയ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ശിഹാബ് സഖാഫിയുടെ മുറക് ഒരു യാത്രയിൽ അദ്ദേഹത്തിന്റെ ആ ബൈക്ക് ഒരു വലിയ ലോറിയുമായി കൂട്ടിയിടിച്ച് ആ പ്രിയപ്പെട്ട സഖാഫി ഉസ്താദിന്റെ ശരീരത്തിന്റെ മുകളിലൂടെ വാഹനം കയറിയിറങ്ങി. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശിഹാബ് സഖാഫി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എന്നെന്നുമായി ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അള്ളാഹുവേ, മരണവാർത്ത കേട്ടപ്പോ വല്ലാതെ വേദനിച്ചുപോയി. അതിലേറെ വേദനയുണ്ടായത് ആ സഹോദരനിക്ക് 5 മക്കളാണ്. സുബ്ഹാനല്ലാഹ്, മൂത്ത മകനിക്ക് 7 വയസ്സാണത്രേ. 5 മക്കളുണ്ടെങ്കിൽ മൂത്ത കുട്ടിക്ക് 7 വയസ്സാണെങ്കിൽ പിന്നെയുള്ള ആ 4 മക്കളുടെയും പ്രായം എത്രയായിരിക്കും? ചെറിയ പിഞ്ചു പൈതങ്ങളല്ലേ. വാടക വീട്ടിലായിരുന്നു അത്രേ ശിഹാബ് സഖാഫിയുടെ താമസമുണ്ടായിരുന്നത്. വളരെ പച്ചപ്പാവമായി ജീവിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്റെ ഭാര്യയെയും 5 മക്കളെയും എന്നേക്കുമായി ഉപേക്ഷിച്ച് നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായല്ലോ അല്ലാഹുവേ, ശിഹാബ് സഖാഫിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ മാപ്പ് ചെയ്യണേ അല്ലാ. സ്വാന്തനത്തിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശിഹാബ് സഖാഫി. സ്വന്തമായി വീടില്ലാതെ വാടക വീടുകളിൽ കഴിയുമ്പോഴും പലരുടെയും വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒപ്പുന്നതിന് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു ഞങ്ങളെ കൂട്ടുകാരൻ. ആ യാത്രക്കിടയിലാണ് ആ കൂട്ടുകാരൻ മരണപ്പെട്ടത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ഞങ്ങളെ കൂട്ടുകാരനിക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, മാപ്പ് ചെയ്യണേ അല്ലാ. ധീരരക്തസാക്ഷികളുടെ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാ. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ഈ മജ്ലിസിന് മുന്തിയ മിഥിൽ സവാബ് ഞങ്ങളെ കൂട്ടുകാരന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, കൂട്ടുകാരൻ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും ഖബറിൽ ഒരു നേരം പോക്കാക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഭർത്താവിന്റെ മരണത്തിൽ വേദനിക്കുന്ന ആ സഹോദരിക്കും സഹോദരിയുടെ 5 ചെറിയ പിഞ്ചു മക്കൾക്കും നീ വലിയ ക്ഷമ കൊടുക്കണേ റഹ്മാനെ, വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ, വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ. ചെറിയ പിഞ്ചുപൈതങ്ങളെ കളിപ്പിച്ച് രസിപ്പിച്ച് അവരെ ചിരിപ്പിച്ച് അവരുടെ കൂടെ കിടന്നുറങ്ങി. അതേ, ഞങ്ങളെ പ്രിയപ്പെട്ട സഖാഫി ഉസ്താദിന് പൂതി തീർന്നിട്ടുണ്ടാവുകയില്ലല്ലോ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ.